നാദാപുരത്ത് മികച്ച വിജയം കൈവരിച്ച് ചരിത്രം ആവർത്തിക്കുമെന്ന് LDF നേതൃത്വം വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പരാജയ ഭീതി പൂണ്ട UDF കള്ളവോട്ടിന് ആഹ്വാനം നടത്തുകയാണെന്ന് നേതാക്കൾ ആരോപിച്ചു. നാദാപുരം മണ്ഡലത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയുടെ വിജയം ഉറപ്പായി എന്ന് ബോധ്യപ്പെട്ടതിന് ശേഷം UDF പല കൃത്രിമങ്ങളും ആക്രമണങ്ങളും നടത്തി എങ്ങനെയെങ്കിലും വിജയിക്കാൻ കഴിയുമോ എന്നൊരു പാഴ്വേലയാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുന്ന സമയത്ത് തന്നെ വോട്ടർ പട്ടികയിൽ വലിയ രൂപത്തിലുള്ള കൃത്രിമം കാണിക്കുന്നതിന് വേണ്ടി UDFൻ്റെ ഭാഗത്തുനിന്ന് വലിയ ശ്രമം നടന്നിട്ടുണ്ട്. അതിൻ്റെ ഫലമായി മണ്ഡലത്തിലെ വിവിധ ബൂത്തുകളിൽ ആളും പേരുമില്ലാത്ത ആൾക്കാർക്കാർക്കും മനസ്സിലാകാത്ത നിരവധി വോട്ടർമാർ പല ബൂത്തുകളിലും ഉണ്ടായിരുന്നു. ഞങ്ങളതെല്ലാം ഇലക്ഷൻ കമ്മീഷന് പരാതി കൊടുത്ത് അതിൽ കുറേ വോട്ടർമാരെ ഒഴിവാക്കിയിട്ടുണ്ട്. എന്നാൽ ഇപ്പോഴും ചില ബൂത്തുകളിലെ വോട്ടർമാർ ആരാണെന്ന് ആ പ്രദേശക്കാർക്ക് ആർക്കും അറിയില്ല. അങ്ങനെ ഒരു പേരുമില്ലാത്ത കുറെ പേരുകാരെ വോട്ടർ പട്ടികയിലേക്ക് കുത്തി ചെല്ലിച്ച് അവരെ കൊണ്ട് വോട്ട് ചെയ്യിക്കാനുള്ള ശ്രമം നടത്തി വരിക തുടക്കം മുതൽ. തെരഞ്ഞെടുപ്പ് പ്രവർത്തനം ആരംഭിച്ച് അതിൻ്റെ പ്രചരണങ്ങൾ അതിൻ്റെ അവസാന ഘട്ടത്തിലെത്തി പോളിംഗ് ബൂത്തിലേക്ക് കടക്കാൻ നോക്കുമ്പോൾ ഇപ്പോൾ UDF ആലോചിക്കുന്നത് ഇപ്പോൾ ഗൾഫ് മേഖലയിൽ അടുത്ത കാലത്ത് ഉണ്ടായിട്ടുള്ള സംഘർഷത്തിൻ്റെ ഫലമായി അവിടെ നിന്നിങ്ങോട്ട് വിമാന സർവീസുകൾ പഴയതുപോലെ ഉണ്ടാകുന്നില്ല. സാധാരണഗതിയിൽ UDFൻ്റെ വോട്ടർമാരായിട്ടുള്ള ആളുകൾ ഇലക്ഷൻ കാലത്ത് ഇവിടെ വരാറുണ്ടായിരുന്നു, LDFൻ്റെതിൽ വരാറുണ്ടായിരുന്നു. UDF അവരിപ്പോൾ തീരുമാനിച്ചത് ഗൾഫിലുള്ള വിദേശത്തുള്ള മലയാളികളായ UDFകാർ അവർക്ക് ഇങ്ങോട്ട് വരാൻ സാധിക്കാത്തത് കൊണ്ട് UDFകാരായ പ്രവാസികളുടെ ഒരു വോട്ടും നഷ്ടപ്പെട്ടുകൂടാ, ആ വോട്ട് മുഴുവൻ നാട്ടിലുള്ള UDFകാർ ചെയ്യണം എന്നാണ്. അതിൻ്റെ പച്ച മലയാളം, ഗൾഫിൽ നിന്ന് ഇങ്ങോട്ട് വരാൻ സാധിക്കാത്ത UDFകാരുടെ കള്ള വോട്ട് നാട്ടിലെ UDFകാർ ചെയ്യണം എന്നാണ് പറഞ്ഞതിൻ്റെ പച്ച മലയാളം. ഇത് അംഗീകരിക്കാനാവുന്നില്ല. 10,000-ഓളം വോട്ടുകൾ ഉണ്ടെന്നാണ് അവർ തന്നെ പറയുന്നത്. ഞങ്ങൾക്കറിയില്ല, ഞങ്ങൾ ഇതിനെ കണക്കെടുത്തിട്ടില്ല. അപ്പൊ നാട്ടിലില്ലാത്ത ഗൾഫിൽ നിന്ന് ഇങ്ങോട്ട് വരാൻ സാധിക്കാത്ത UDFകാരുടെ കള്ള വോട്ട് നാട്ടിലെ UDFകാർ ചെയ്യണമെന്ന് UDF തീരുമാനിച്ച് അവരുടെ പ്രധാനപ്പെട്ട യോഗങ്ങളിൽ റിപ്പോർട്ട് ചെയ്യുകയാണ്. മാത്രമല്ല, ഈ കൃത്രിമത്വവും ആ കള്ളവോട്ട് മാത്രമല്ല അക്രമത്തിലേക്കും അവർ തയ്യാറെടുക്കുകയാണ്. അതിന്റെ ഫലമായിട്ടാണ് ഇന്നലെ വാണിജ്യ പഞ്ചായത്തിലെ ഒരു ബൂത്തിൽ പകൽ നട്ടുച്ച സമയത്ത് ഞങ്ങളുടെ 3 പ്രവർത്തകന്മാർ വീട് കയറി സ്ലിപ്പ് വിതരണം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങളുടെ വീടുകളിലേക്ക് നിങ്ങൾ വരേണ്ടതില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവരെ ആക്രമിച്ച് മാരകമായി പരിക്കേൽപ്പിക്കുന്ന സ്ഥിതി ഉണ്ടായിരുന്നു. മണ്ഡലത്തിന്റെ പല ഭാഗത്തും പോസ്റ്ററുകൾ അതുപോലെ തന്നെ ബോർഡുകൾ നശിപ്പിക്കുക തുടങ്ങിയിട്ടുള്ള അക്രമ പ്രവർത്തനങ്ങൾ എല്ലാം ഇവർ ആരംഭിച്ചിരിക്കുകയാണ്. അപ്പോൾ പരാജയ ഭീതിയിൽ നിന്ന് രക്ഷപ്പെടാനും സംഘർഷത്തിന്റെ ഒരു മേഖലയാക്കി വീണ്ടും ഈ നാടിനെ മാറ്റാനും വേണ്ടിയിട്ടുള്ള ഏറ്റവും അപകടകരമായ സ്ഥിതിയിലേക്കാണ് UDF പോയിക്കൊണ്ടിരിക്കുന്നത്. അത് ഈ നാട് തിരിച്ചറിയും. നാദാപുരത്തെ രാഷ്ട്രീയ പ്രബുദ്ധരായ ജനങ്ങൾ LDFനെ റിക്കാർഡ് ഭൂരിപക്ഷത്തോടു കൂടി വിജയിപ്പിക്കും എന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരു സംശയവുമില്ല. ഈ കള്ളവോട്ടിനെ സംബന്ധിച്ചും ഞങ്ങൾ കോടതിയിലും അതുപോലെ തന്നെ തിരഞ്ഞെടുപ്പ് കമ്മീഷനും എല്ലാം തന്നെ പരാതി കൊടുത്തിട്ടുണ്ട്. ഈ പ്രശ്നം പരിഹരിക്കാമെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. വോട്ടർ പട്ടികയിൽ കടന്നുകൂട്ടിയ കള്ള വോട്ടർമാരുടെ സ്ഥിതി, നാട്ടിലില്ലാത്ത 10,000-ഓളം വോട്ടർമാരുടെ വോട്ട് ചെയ്യും എന്ന UDFന്റെ പരസ്യമായ പ്രഖ്യാപനം, ഇതെല്ലാം തന്നെ ജനാധിപത്യത്തെ വെല്ലുവിളിക്കുന്നതാണ്, ജനവിധി അട്ടിമറിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ടുള്ളതാണ്. ഇതിനെല്ലാം എതിരായി എല്ലാ ജനങ്ങളും ഒന്നിക്കണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്.